സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. മാത്രമല്ല സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇബാദത്തുകൾ എന്ന് പറയുന്നത് അത് റബ്ബിനോട് നിങ്ങൾ ചെയ്യുന്ന ശുക്റാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തന്നില്ലേ? കാണാനുള്ള കണ്ണ് നൽകിയില്ലേ? കേൾക്കാനുള്ള ചെവി നൽകിയില്ലേ? പിടിക്കാനുള്ള കൈ നൽകിയില്ലേ? ശ്വസിക്കാനുള്ള വായു നൽകിയില്ലേ? കഴിക്കാനുള്ള അന്നം നൽകിയില്ലേ? അലം നജഅൽ ലഹു ഐനൈൻ, നാം നിങ്ങൾക്ക് കാണാനുള്ള കണ്ണുകൾ നൽകിയില്ലേ? വലിസാനം വശഫതൈൻ, നിങ്ങൾക്ക് ഞാൻ സുന്ദരമായ നാവ് നൽകിയില്ലേ? രണ്ട് ചുണ്ടുകൾ നൽകിയില്ലേ? മനോഹരമായ ചുണ്ടുകൾക്കിടയിൽ നാവ് നൽകിയില്ലേ? ഒന്നെങ്ങാനും കീച്ചുണ്ടെങ്ങാനും മേൽചുണ്ടിനോട് ചേർന്നു പോയെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു ചെയ്തു തന്നത്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, ഉമ്മാന്റെ വയറ്റിൽ നിന്ന് നീ പുറത്തു വന്നൊരു ദിവസമുണ്ട്. അന്ന് കൈകാലിട്ടടിച്ച് കരയാനല്ലാതെ നിനക്കെന്തിനാണ് കഴിഞ്ഞിരുന്നത് പൊന്നുമോനെ? പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. കൈകാലിട്ടടിച്ച് കരയാനല്ലാതെ ഒന്നും അറിയാത്ത, ഒന്നിനും കഴിയാത്ത കാലമായിരുന്നില്ലേ? വജഅല ലകുമുസ് സമഅ വൽ അബ്സാർ, അവനാണ് നിങ്ങൾക്ക് കാണാനുള്ള കണ്ണുകൾ നൽകിയത്, കേൾക്കാനുള്ള ചെവി നൽകിയത്, ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയത്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നൽകിയത്? ഭൂമിയെ വിരിപ്പാക്കി തന്നതെന്തിനാ? ആകാശത്ത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സംവിധാനിച്ചത് എന്തിനാണെന്നറിയുമോ? ഭൂമിയെ വിരിപ്പാക്കി തന്നതെന്തിനാ? ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും മനുഷ്യനെന്ന് പറയുന്ന ശക്തിക്ക് വേണ്ടി കീഴ്പ്പെടുത്തി തന്നതെന്തിനാ? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തു തന്നത്. എന്തിനാ ഇബാദത്ത്? അല്ലാഹുക്ക് ശുക്ർ ചെയ്യാൻ. എന്തിനാ നിസ്കാരം? അല്ലാഹുക്ക് ശുക്ർ ചെയ്യാൻ. അല്ലാഹുക്ക് ശുക്ർ ചെയ്യാൻ. ഈ ശുക്രിന്റെ ഓർമ്മ വരെ എപ്പോഴാണെന്നറിയോ? അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ചുള്ള ബോധം മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ കഴിഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, 2021 തോന്നുന്നു, ഉംറക്ക് പോയ സമയത്ത് ഞങ്ങളുടെ കൂടെ 19 പേരുണ്ട്. അപ്പൊ ഞങ്ങള് ഹറമിലെത്തി. ഞങ്ങളുടെ റൂമിൽ, ഞങ്ങളുടെ ഹോട്ടലിൽ ഞങ്ങൾ ചെന്നു. ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഹോട്ടലിൽ എല്ലാവരും റൂമിലേക്ക് പോവാൻ. റൂമിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എല്ലാവരോടും, 8 മണി സമയത്ത് എല്ലാവരും എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് മെസ്സിലേക്ക് വരണം. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ റൂമിൽ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയോ? അതിനെനിക്ക് അനുവാദം തരുമോന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഒരു മാസ്ക് ഇട്ട മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ മാത്രം അങ്ങനെ എന്താ? നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ പോരെ? അതല്ലേ അതിൻ്റെ ഒരു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ കൈ പിടിച്ചിട്ട് ഹോട്ടലിൻ്റെ ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് മൂപ്പരെ മാസ്ക് ഇങ്ങോട്ട് ഊരി. മാസ്ക് ഊരിയിട്ട് വലതുഭാഗത്തെ കവിളിൽ ഒരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ച ബാൻഡേജ് ഊരിയിട്ട് എനിക്ക് കാണിച്ചു തന്നു. ക്യാൻസർ വന്നിട്ടൊരു ഭാഗം മുറിച്ചെടുത്തതാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങാതാകുമ്പോൾ ഞാൻ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഇങ്ങനെ ഒലിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറപ്പാകൂല്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കും. നിങ്ങൾക്ക് അറപ്പാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. എന്തിനാ നിസ്കരിക്കുന്നത്? എന്തിനാ നോമ്പെടുക്കുന്നത്? എന്തിനാ ഇബാദത്തുകൾ ചെയ്യുന്നത്? അല്ലാഹുവിനുള്ള ശുക്റാണ്. അല്ലാഹുവിനുള്ള ശുക്റാണ്. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, ഒരിക്കലും നന്ദി കേട് കാണിക്കരുത്. ലഇൻ ശകർതും, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നമ്മൾ ശുക്ർ ചെയ്താൽ ശുക്റിനനുസരിച്ച് പടച്ചോൻ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, സമ്പത്തിൽ, എല്ലാത്തിനും പടച്ചോൻ വർധനവ് തരും. ഇത് വെറുതെ പറഞ്ഞല്ല, പടച്ചോൻ പറഞ്ഞാണ്.
അപ്പൊ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിനുള്ള ശുക്റാണ്. ഈ ബോധമാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അപ്പൊ അള്ളാഹു ചെയ്തു തന്ന എന്തൊക്കെ അനുഗ്രഹങ്ങൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ ഉള്ള ശുക്റാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഓരോന്നും. അപ്പൊ എന്താ അറിയോ, ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു മടുപ്പില്ലാതെ ആസ്വദിച്ച് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് കഴിയും. പടച്ചോനെ, എന്റെ കണ്ണ്, എന്റെ കൈ, എന്റെ ഹൃദയം, എന്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും, ഇതൊക്കെ ഒരു പണി മുടക്കില്ലാതെ വളരെ മനോഹരമായിട്ട് അതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കാൻ ഇതൊക്കെ തന്ന പടച്ചോനെ, നിനക്കുള്ള ശുക്റാണ് എന്റെ നിസ്കാരം, നിനക്കുള്ള ശുക്റാണ് എന്റെ നോമ്പ്. അങ്ങനെ നിർവഹിക്കാൻ കഴിയണം. രണ്ട്, എന്തിനാണ് ഇബാദത്തുകൾ നിർവഹിക്കുന്നത്? അള്ളാഹുവിനെ ഓർക്കുവാനാണ്. ഇതെല്ലാം ചെയ്തു തന്ന റബ്ബിനെ ഓർക്കുവാനാണ് ഇബാദത്തുകൾ അല്ലാഹു നിശ്ചയിച്ചത്. സൂറത്തു ത്വാഹയിൽ അല്ലാഹു പറഞ്ഞു, വഅഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കണേ. എന്നെ ഓർക്കാനാണ് നമസ്കരിക്കുന്നത്, എന്നെ ഓർക്കാനാണ് നോമ്പെടുക്കുന്നത്, എന്നെ ഓർക്കാനാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, എന്നെ ഓർക്കാനാണ് ദിക്റുകളും ദുആകളും ചൊല്ലുന്നത്. യവദ്കുറൂനി, എന്നെ നിങ്ങൾ എപ്പോ ഓർക്കുന്നുണ്ടോ അത് കുറുക്കും ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. ലോകത്തൊരാളും തരാത്ത ഓഫറാണ്. നമ്മൾ പലരെ ഓർക്കലുണ്ട്. നമ്മൾ ഓർക്കുന്ന പലരും നമ്മൾ ഓർക്കലുണ്ടോ? ഇല്ല. അല്ല പറയാൻ, എന്നെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ അത് കുറുക്കും ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. ചെറിയ സംഘത്തിൽ വെച്ചാണ് നിങ്ങൾ ഓർക്കുന്നതെങ്കിൽ നിങ്ങളെ വലിയ സംഘത്തിൽ വെച്ച് ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അല്ലാഹുവിനെ ഓർക്കുവാൻ വേണ്ടിയാണ്. മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട നേട്ടം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. എന്തിനാണ് ഇബാദത്ത്? ആ ഇബാദത്ത് വഴി നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. എന്തിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്, നിങ്ങൾ മുത്തഖികളായി തീരാൻ വേണ്ടിയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ മുത്തഖികൾ എന്ന് പറഞ്ഞാൽ? ആരാണ് പ്രിയപ്പെട്ടവരെ തഖ്വയുള്ളവരെന്ന് പറഞ്ഞാൽ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മയ്യത്തഖീ മഹാരിമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളെ ആരൊക്കെയാണോ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് അവരാണ് മുത്തഖികൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹ് പറയാണ്, ആരാണ് മുത്തഖി? മുത്തഖി എന്ന് പറഞ്ഞാൽ മയ്യത്തഖീ മഹാരിമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയ കാര്യങ്ങളെ ആരാണോ സൂക്ഷിക്കുന്നത് അവരാണ് മുത്തഖി. തഖ്വയുടെ ഏറ്റവും ചെറിയ നിർവചനം എന്താ അറിയോ? അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അവൻ മുത്തഖിയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ മുത്തഖികളാണോ? നമ്മൾ തഖ്വയുള്ളവരാണോ? നമ്മൾ ആലോചിച്ച് നോക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഉസീക യാ അബൂദർ, അബൂദർ ഞാൻ നിനക്കൊരു വസിയത്ത് തരാം. എന്താണ് വസിയത്ത്? ഉസീക ബി തഖ്വല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫീ സിർരിക വ അലാനിയതി, നിന്റെ രഹസ്യത്തിലും നിന്റെ പരസ്യത്തിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ പടച്ചോനെ സൂക്ഷിക്കുക, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതാണ് ശരിക്കും തഖ്വ. ആ തഖ്വ നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ എന്തിനാ ഇബാദത്ത്? എന്തിനാ നോമ്പ്? എന്തിനാ നിസ്കാരം? എന്തിനാണ് ദിക്റുകളും ദുആകളും? എന്തിനാണ് സകാത്ത്? എന്തിനാണ് ഇബാദത്തുകൾ അല്ലാഹു നിശ്ചയിച്ചത്? മനുഷ്യരെ തഖ്വയുള്ളവരാക്കി മാറ്റാനാണ്. നിങ്ങൾ നോക്കൂ, നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ ആലോചിക്കണം, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, സകല നീചകൃത്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടുക്കുന്ന പരിചയാണ്
നമസ്കാരം എന്ന് പറയുന്നത്. മാത്രല്ല നോമ്പിനെ കുറിച്ചുള്ള പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും. നോമ്പിനെ നിർബന്ധമാക്കിയത് എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി തീരാൻ വേണ്ടിയാണ്, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ് നമ്മൾ മുത്തഖികളാകാനാണ് നോമ്പ് നിർബന്ധമാക്കിയത്. ഇസ്ലാമിലെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു നിശ്ചയിച്ചത് മനുഷ്യനെ സംസ്കരിക്കുവാനാണ്, മനുഷ്യനെ സംസ്കരിക്കുവാനാണ്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളിങ്ങനെ വിചാരിക്കും, ഇപ്പൊ അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങളൊന്നും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം? ചില ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കും. ഇപ്പൊ ഹറാമാക്കിയ കാര്യങ്ങളൊന്നും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം? ചില ഹറാമൊക്കെ ചെയ്താൽ എന്താ ഇപ്പൊ കുഴപ്പം? ഹറാമ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. എന്താ ഉണ്ടാകുമെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരലോകത്ത് നമ്മുടെ നന്മകൾക്ക് വില ഉണ്ടാകില്ല. ഹറാമുകൾ നമ്മൾ ചെയ്താൽ നാളെ പരലോകത്ത് നമ്മുടെ നന്മകൾക്ക് വില ഉണ്ടാകില്ല. നമ്മൾ എത്ര നന്മകൾ ചെയ്തു, ഈ നന്മകൾക്കൊന്നും പരലോകത്ത് വില ഉണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് നമ്മളൊക്കെ പഠിച്ച ഹദീസ്. എന്താ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു സമൂഹത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. തിഹാമ പർവ്വതത്തിന്റെ അത്രയും നന്മകളുമായി കടന്നു വന്നവരാണ് അവർ. തിഹാമ പർവ്വതത്തിന്റെ അത്രയും നന്മകളുമായിട്ട് പരലോകത്ത് കടന്നു വന്നവരാണവർ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മകളെ ഹബാഅൻ മൻസൂറ, ധൂളിയാക്കി പാറ്റിക്കളയുന്നതാണ്. അപ്പൊ ചോദിക്കുകയാണ് സഹാബത്ത്, സിഫ്ഹും ലനാ വജല്ലിഹിം ലനാ, നബിതങ്ങളെ അവരാരാണ്? നബിതങ്ങളെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? ഞങ്ങൾ ഒരിക്കലും അവരിൽ പെട്ടുപോകാതിരിക്കാനാണ്. നബിതങ്ങൾ പറയാണ്, വലകിന്നഹും, അവർ ആരാന്നറിയോ? അവർ ഒറ്റക്കായാൽ ഹറാമിൽ മുങ്ങിക്കുടിക്കുന്നവരാണ്. അവരൊറ്റക്കായാൽ ഹറാമിൽ മുങ്ങിക്കുളിക്കുന്നവരാണ്. സത്യത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പേടി ഹൃദയത്തിന്റെ ഉള്ളിൽ എത്രത്തോളം നമുക്കുണ്ടെന്നുള്ളത് വളരെ ഗൗരവതരമാണ്. ഇബാദത്തുകൾ മുഴുവനും ആ പേടി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഹൃദയത്തിൽ ഇല്ലെങ്കിൽ മനസ്സിലായിക്കോളി, ഈമാനില്ല. ഈമാനില്ല എന്നതിന്റെ അടയാളമാണ് ഒരു തെറ്റ് ചെയ്യുമ്പോൾ എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന പേടി മനസ്സിന്റെ ഉള്ളിലില്ലേ, മനസ്സിലായിക്കോളി, ഈമാനില്ല. ഈമാൻ നീങ്ങിപ്പോയിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമാണ്. അതുണ്ടാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തുകളെ മുഴുവനും സംവിധാനിച്ചത് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം, പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് എപ്പോഴും നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിൽ ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു തലമുറയാണ് വളർന്നു വരുന്നത്. മാതാപിതാക്കളോട് കമ്മിറ്റ്മെന്റ് ഇല്ല, മഹല്ലിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, കുടുംബത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അധ്യാപകരോട് കമ്മിറ്റ്മെന്റ് ഇല്ല, നാടിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല, സ്വന്തത്തോട് പോലും കമ്മിറ്റ്മെന്റ് ഇല്ല. കള്ളുടിക്കുന്നവനോട് മോനെ കള്ളുടിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയാന്നറിയോ? ഞാൻ കുടിച്ചാൽ ഇങ്ങക്ക് എന്താ? മോനെ എന്റെ കരല് പോകും, എന്റെ കരല് പോയാൽ ഇങ്ങക്ക് എന്താ കുഴപ്പോ എന്ന് പറയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാ ഞാൻ പറയുന്നത്, ഇതൊക്കെയും വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ബോധം അവരുടെ ഹൃദയത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയണം. പടച്ചോൻ എവിടുന്നും കാണുന്നുണ്ട്, എവിടുന്നും കേൾക്കുന്നുണ്ട്, എവിടുന്നും അറിയുന്നുണ്ട്, അവന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു കാര്യവും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയില്ല. നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരും. ആ സമയത്ത് നാളെ വായക്ക് സീലി വെക്കുന്ന ഒരു ലോകം വരാനുണ്ട്. നാളെ ഈ കൈകൾ സാക്ഷി പറയുന്ന ലോകമാണത്, കാലുകൾ സാക്ഷി പറയുന്ന ലോകമാണത്, ശരീരത്തിലെ മുഴുവൻ എല്ലുകളും സാക്ഷി പറയുന്ന ലോകമാണ്, ശരീരത്തിലെ മുഴുവൻ തൊലികളും സാക്ഷി പറയുന്ന ലോകമാണത്, ശരീരത്തിലെ മുഴുവൻ മാംസങ്ങളും സാക്ഷി പറയുന്ന ലോകമാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ,
ഒരാള് റബ്ബിനോട് സംസാരിക്കുന്ന സംസാരം കേട്ടുകൊണ്ട് പ്രവാചക തിരുമേനി ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബി തങ്ങളെ എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? ഒരു മനുഷ്യൻ തന്നെ റബ്ബിനോട് സംസാരിക്കുന്ന സംസാരം കേട്ട് ചിരിച്ചതാ. ചോദിക്കുകയാണ് സഹാബി, എന്തിനാണ് നബിയെ നിങ്ങൾ ചിരിച്ചതെന്ന് പറഞ്ഞു തരുമോ? അപ്പൊ പറയാണ്, ഒരു മനുഷ്യനെ അള്ളാഹ് ശിക്ഷിക്കുകയാണ്. ഇത് കണ്ടപ്പോ ആ മനുഷ്യൻ പടച്ചോനോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? പടച്ചോനെ, ഞാൻ തെറ്റ് ചെയ്തതിന്റെ പേരിലാണല്ലോ എന്നെ ശിക്ഷിക്കുന്നത്, എന്നാ ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളതിന് എന്ത് തെളിവുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തെന്നറിയോ? അവനോട് പറഞ്ഞു, കഫാ ബിനഫ്സിക അലൈക ഹസീബ, നിനക്ക് നിന്റെ നഫ്സന്നെ മതി നിനക്ക് സാക്ഷിയായിട്ട്. പടച്ചോനോട് പറയാ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്കൊരു സാക്ഷിനെ കൊണ്ടുപോവാ, എന്നിട്ട് എന്നെ എന്ത് ചെയ്തോ, ശിക്ഷയിലേക്ക് എടുത്തോ, നരകത്തിലേക്ക് ഇട്ടോ, കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തെന്നറിയോ? അവനോട് പറഞ്ഞു, നീ തന്നെ മതി നിനക്ക് സാക്ഷിയായിട്ട്. എന്നിട്ട് അവന്റെ വായക്ക് സീല് വെക്കുകയാണ്. എന്നിട്ട് അവന്റെ അവയവങ്ങളോട് പറയാണ്, അവയവങ്ങളെ സംസാരിക്കണം. അവന്റെ കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സംസാരിക്കുന്നു, അവന്റെ തൊലികൾ സംസാരിക്കുന്നു. തൊലികൾ സംസാരിക്കുന്ന സമയത്തതാ മനുഷ്യൻ അവന്റെ തൊലിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് തൊലിയെ എനിക്കെതിരെ നീ സംസാരിച്ചത്? നിന്റെ സുഖത്തിന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്? നിന്റെ സൗകര്യത്തിനും സൗരഭ്യത്തിനും വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്? തൊലിയെ, എന്തിനാണ് തൊലിയെ എനിക്കെതിരെ നീ സംസാരിച്ചത്? തൊലി പറയുന്ന മറുപടിയുണ്ട്, ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും സംസാരിപ്പിച്ചവനാരാണോ അവനാണ് എന്നെയും സംസാരിപ്പിച്ചത്. എനിക്ക് സംസാരിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ആ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വിധേയരാകേണ്ടവരാണ്. നോക്കണം പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അബൂബക്കർ, അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗ്ഗത്തിലാണ്, അബൂബക്കർ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കറിന് സിദ്ദീഖ് എന്ന പേരുണ്ട്. അബൂബക്കറിന് അതീകും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് വിളിച്ചവരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു തോട്ടത്തിൽ പ്രവേശിക്കുകയാണ്. ഒരു തോട്ടത്തിലേക്ക് കയറി ചെന്നപ്പോ തോട്ടത്തിൽ അതാ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഒരു പക്ഷി അതാ പറന്നു കളിക്കുകയാണ്. ഒരു പക്ഷി വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പാറി പറന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ലൈതനീ മിസ്ല ഹാദ തയ്ർ, ഞാൻ ആ പക്ഷിയെ പോലെ ആയിരുന്നുവെങ്കിൽ. ആരാ പറയണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ ആ പക്ഷീനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഉടനെ തന്നെ സഹാബിമാര് ചോദിക്കുന്നു, മാലക യാ അബൂബക്കർ, എന്താണ് അബൂബക്കറെ നിങ്ങൾക്ക് പറ്റിയത്? അൻസല്ലദീ ബശറത ബിൽ ജന്ന, സ്വർഗ്ഗത്തിന് 8 കവാടമുണ്ടെന്നും ആ 8 കവാടത്തിലൂടെയും പ്രവാചകന്മാരല്ലാത്ത അബൂബക്കറെ നിങ്ങൾ കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്താണ് അബൂബക്കറെ നിങ്ങൾ ഈ പറയുന്നത് എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഇന്നലി അബൂബക്കറിൻ ഹിസാബാ, നാളെ ഈ അബൂബക്കറിനും വിചാരണയുണ്ടല്ലോ, ഈ അബൂബക്കറിനും മരണമുണ്ടല്ലോ. അബൂബക്കറും നാളെ ഖബറിൽ കിടക്കേണ്ടവനാണല്ലോ. അബൂബക്കറും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വിധേയനാകേണ്ടവനാണല്ലോ എന്നോർത്തുകൊണ്ടാണ് യാ ലൈതനീ മിസ്ല ഹാദ തയ്ർ, അതുകൊണ്ടാണ് ഞാൻ ഈ പക്ഷീനെ പോലെ ഒന്നായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളെ മനസ്സിലോ നമുക്ക് വിചാരണയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിക്കുന്നു എന്നത് നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കൂ, നമ്മുടെ നിസ്കാരം എത്ര ഖുശൂ ഉണ്ട്.
ഇങ്ങോട്ട് നോക്ക്, നിസ്കാരത്തിലേക്ക് കൈ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുവയിടും. ഇങ്ങോട്ട് ആലോചിച്ചു, നമുക്ക് എത്രത്തോളം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ നമുക്ക് ഇഖ്ലാസ് ഉണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് പ്രവർത്തനവും ആസ്വദിച്ചും അനുഭവിച്ചും ഇഖ്ലാസോടെയും നമുക്ക് നിർവഹിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇബാദത്തുകളെ അള്ളാഹു സംവിധാനിച്ചത്. അത് തഖ്വക്ക് വേണ്ടിയാണ്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇനിയോ, എന്തിനാണ് ഇബാദത്തുകൾ? മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായും തിന്മകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ തിന്മകൾ മായ്ച്ചു കളയാൻ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും നല്ല പരിഹാര മാർഗമാണ് ഇബാദത്തുകൾ. എന്തിനാ നിസ്കാരം? ഇങ്ങനെ ചില ആൾക്കാർ വിചാരിക്കും, സുബൈക്കൊരു നിസ്കാരം, അസറിനൊരു നിസ്കാരം, എന്തിനാ 5 നേരമൊക്കെ നിസ്കാരം? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ ഇബാദത്തുകളെ മുഴുവനും നമ്മൾ ചെയ്ത പാപങ്ങൾ മായ്ച്ചു കളയാൻ അള്ളാഹ് നിശ്ചയിച്ചതാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നൽ ഹസനാത്ത്, തീർച്ചയായും നന്മകളില്ലേ, യുദ്ഹിബിനസ് സയ്യിആത്ത്, സകല തിന്മകളെയും മായ്ച്ചു കളയുന്നതാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനിൽ ഒരു നോമ്പിനെ നിശ്ചയിച്ചത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ 5 നേരം നിസ്കരിക്കുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ സക്കാത്ത് കൊടുക്കുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ സദഖ കൊടുക്കുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ നന്മകൾ ചെയ്യുന്നത്? അത് നിങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയാൻ അല്ലാഹ് നിശ്ചയിച്ച പരിഹാര മാർഗമാണ്. അപ്പൊ ഇബാദത്തുകൾ എന്തിനാ? അത് തിന്മകളെ മായ്ച്ചു കളയാനുള്ള മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരമില്ലേ, വൽ ജുമഅതു ഇലൽ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ, വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, മുകഫിറാത്തും മാ ബൈനഹുന്ന, അവക്കിടയിലുള്ള പാപങ്ങളൊക്കെയും അല്ലാഹ് പുറത്തു വരുന്നതാണ്. നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ, മഗ്രിബ് നിസ്കരിച്ചതാണ്, ഇനി ഇശാ നിസ്കരിക്കാൻ പോവുകയാണ്. മഗ്രിബ് മുതൽ ഇശാ വരെ ചെയ്ത തിന്മകളില്ലേ, ഇശാ മുഖേന അല്ലാഹ് പുറത്തു വരികയാണ്. ഒരാൾ ഇശാ മുതൽ സുബഹി വരെ തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സുബഹി മുഖേന ആ തിന്മകളെ അല്ലാഹ് മായ്ച്ചു തരികയാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബാദത്തുകളെ അള്ളാഹു നിശ്ചയിച്ചത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. ഇവിടെ നോക്ക്, കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തരാൻ പടച്ചോൻ നിശ്ചയിച്ച ഏറ്റവും വലിയ സംവിധാനമാണ്, സമ്മാനാണ് റമദാൻ. അങ്ങനെയാകുമ്പോൾ മനസ്സുകൊണ്ട് ശരീരം കൊണ്ടാകുമ്പോൾ സ്വീകരിക്കാൻ തോന്നൂലേ? ഒരു ഇഖ്ലാസ് ഉണ്ടാവൂലേ? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ. മാത്രമല്ല, റമദാനിന് ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. പരിശുദ്ധ റമദാൻ എന്ന മാസവും അതേപോലെ തന്നെ നോമ്പ് എന്ന ഇബാദത്തും, ഇത് രണ്ടും, റമദാൻ എന്ന മാസവും നോമ്പ് എന്ന ഇബാദത്തും, അത് രണ്ടാണ്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ആ 2 മഹത്വങ്ങളും സമ്മേളിക്കുന്ന സന്ദർഭമാണ് പരിശുദ്ധമായ റമദാൻ. റമദാനിന് മഹത്വം ലഭിച്ചത് ആ റമദാനിൽ നോമ്പുള്ളത് കൊണ്ടല്ല. നോമ്പെന്ന ഇബാദത്തിന് മഹത്വം ലഭിച്ചത് അത് റമദാനിലായി എന്നതുകൊണ്ടുമല്ല. റമദാൻ സ്വതന്ത്രമായി മഹത്വമുള്ള മാസമാണ്. നോമ്പ് സ്വതന്ത്രമായി തന്നെ മഹത്വമുള്ള ഇബാദത്തുമാണ് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നോമ്പിന് ഒരുപാട് ഫളലുകളുണ്ട്, റമദാൻ മാസത്തിനുണ്ട്. അതിൽ റമദാൻ മാസത്തിൻ്റെ ഒരുപാട് ഫളലുകളിൽ കുറച്ച് ഫളലുകൾ നമുക്ക് പറയാം. ഏകദേശം 8:05 ജമാഅത്ത് നമുക്ക് അവസാനിപ്പിക്കണം. ഫളായിലു റമദാൻ, അതിൽ ഒന്നാമത്തെ എന്താ അറിയോ? റമദാൻ മാസത്തിലെ ഒന്നാമത്തെ പ്രത്യേകത ഖുർആൻ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. നമ്മൾ ശഅബാനിൽ തന്നെ തീരുമാനം എടുക്കേണ്ടെന്നറിയോ? ഈ റമദാൻ പരിശുദ്ധ ഖുർആൻ മുഴുവനായിട്ടും തീർക്കുമെന്ന് മാത്രമല്ല, കുറച്ച് സൂറത്തും നമ്മൾ ഹിഫ്ളാക്കും എന്ന് നമുക്ക് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളൊന്ന് ആലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരാൾക്ക് സ്വർഗത്തിലെ സ്ഥാനം എന്താ അറിയും? അയാളോട് പറയും, ഓതിക്കോ കയറിക്കോ. ഓതിയിട്ട് കയറും. നിങ്ങൾ
നമ്മളെ നെഞ്ചത്ത് ഇന്ന് ഉറങ്ങാൻ നേരത്തെ നമ്മളെ നെഞ്ഞത്ത് കൈവച്ചിട്ട് നമ്മൾ പടച്ചോനോട് ചോദിക്കുക, പടച്ചോനെ എന്നോട് ഓതി കയറാൻ പറഞ്ഞ് എനിക്ക് എത്ര സൂറത്തറിയാം, നമുക്ക് എത്ര സൂറത്തറിയാം? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ റമദാൻ പഠനത്തിന് വേണ്ടിയും പരിശുദ്ധ ഖുർആന് വേണ്ടി മാറ്റിവെച്ച മാസാക്കി മാറ്റാൻ കഴിയണം നമുക്ക്. ഇത് ഖുർആന്റെ മാസാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ പരിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. ഹുദല്ലിന്നാസ്, അത് ജനങ്ങൾക്ക് മാർഗദർശനമാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് സന്മാർഗത്തിന്റെ വേദഗ്രന്ഥമാണ്. ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിന്നാസ്, സർവചരാചരങ്ങൾക്കും മാർഗദർശനമുണ്ട്. ഇത് മനുഷ്യന് മാത്രമല്ല, മുത്തക്കികൾക്ക് മാത്രം പടച്ചോൻ കൊടുക്കുന്ന മാർഗദർശനമാണ്. മനുഷ്യന്മാർക്ക് മാർഗദർശനമാണ് പരിശുദ്ധമായ ഖുർആൻ. അതിൻ്റെ അനുയായിയായി തീരാൻ ഭാഗ്യം ലഭിച്ചു എന്നതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ പരിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. ഈ റമദാനിൽ പരിശുദ്ധ ഖുർആനിലെ ഇത്ര സൂറത്തുകൾ മനഃപ്പാടമാക്കാനും പഠിക്കാനും ഇത്ര പ്രാവശ്യം ഹതമു തീർക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നല്ല ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തത്, ലൈലത്തുൽ ഖദറുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പഠിപ്പിച്ചില്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരൊറ്റ രാത്രി അള്ളാഹു സംവിധാനിച്ച രാവ്. നിങ്ങൾ നോക്കൂ, അങ്ങനത്തെ ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. നിങ്ങൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച്, മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഹദീസാണ്. എന്താ ഹദീസിൽ പറയണമെന്നറിയോ? ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട 3 വിഭാഗം ആളുകൾ. ഒന്ന് തൗറാത്ത് നൽകപ്പെട്ടവർ, ഇഞ്ചീൽ നൽകപ്പെട്ടവർ, ഖുർആൻ നൽകപ്പെട്ടവർ. ഈ 3 വിഭാഗത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസ് നമുക്ക് കാണാം. എന്താ പറയുന്നതെന്നറിയോ? തൗറാത്ത് നൽകപ്പെട്ടവർക്ക് രാവിലെ മുതൽ ഉച്ചവരെ അമല് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അവർ ചെയ്യുന്ന ഒരു അമലിന് ഒരു കൂലി. ഇഞ്ചീൽ നൽകപ്പെട്ടവർ ഉച്ച മുതൽ അസർ വരെ അമല് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അവർ ചെയ്യുന്ന ഒരു അമലിന് കൂലി ഒരു കൂലി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അമല് ചെയ്യാനുള്ള അവസരം അസർ മുതൽ മഗ്രിബ് വരെ, വളരെ കുറഞ്ഞ സമയം. താരതമ്യേന പൂർവിക സമൂഹങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സമയം. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു അമലിന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. എന്താ പറഞ്ഞത്? ഖുർആൻ നൽകപ്പെട്ട സമൂഹത്തിന് ഒരു അമലി ചെയ്താൽ ഒരു അമലിന് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി. നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളും ഒരുമിച്ച് കൂട്ടും. എന്നിട്ടോ തൗറാത്ത് നൽകപ്പെട്ടവരും ഇഞ്ചീൽ നൽകപ്പെട്ടവരും പറയുന്നു, ഹബ്ബനാ ഹഉലാഇ അഖല്ലു അമലൻ മിന്നാ വഅക്സറു അജ്റാ. ഇവര് ഞങ്ങളെക്കാളും അമല് കുറഞ്ഞവരാണല്ലോ, പക്ഷേ ഞങ്ങളെക്കാളും കൂലി ഇവർക്കാണല്ലോ. തൗറാത്ത് നൽകപ്പെട്ടവരും ഇഞ്ചീൽ നൽകപ്പെട്ടവരും പടച്ചോനോട് പറയും, പടച്ചോനെ ഞങ്ങളെക്കാൾ അമല് കുറഞ്ഞ ആൾക്കാരാണല്ലോ, ഞങ്ങൾക്ക് ഒരുപാട് അമലുണ്ട്, ഇവർക്ക് കുറച്ച് അമലേ ഉള്ളൂ, പക്ഷെ ഓൾക്ക് കുറെ കൂലിയുണ്ടല്ലോ, അതെന്താണ് റബ്ബേ എന്നവരോട് ചോദിക്കുന്നു. ഉടനെ തന്നെ റബ്ബ് അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു നന്മക്ക് നിങ്ങൾക്ക് റബ്ബ് കൂലി തരാത്തതുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കൂലി തരാതെ പോയ ഏതെങ്കിലും ഒരു നന്മ നിനക്ക് പറയാനുണ്ടോ? അവര് പറയുന്നു, റബ്ബേ ഒരു നന്മയും ഞങ്ങൾക്ക് കൂലി തരാതെ പോയിട്ടില്ല റബ്ബേ. ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു, ഫളീ ഊതീഹി മൻ നശാ. ഇതെന്റെ ഫളിലാണ്, ഇതെന്റെ റഹ്മത്താണ്, ഇതെന്റെ ബറക്കത്താണ്. ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന റഹ്മത്താണ്, ബറക്കത്താണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരെ, പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹമാണ്.
ഏത് ചെയ്ത അമലാണെങ്കിലും അത് 10 ഇരട്ടി കൂലി മുതൽ 700 ഇരട്ടി വരെ കൂലി. നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ, ആയുസ് കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകിയ സമ്മാനമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന സമ്മാനം. ആ സമ്മാനത്തിൽ പൊതിഞ്ഞു വെച്ച സമ്മാനമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവ്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാളും പുണ്യമുള്ള രാവതിലുണ്ട്. 85 കൊല്ലം നിർത്താതെ കൂലി ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ കൂലി ഒരൊറ്റ രാത്രിയിൽ അല്ലാഹു നമുക്ക് തരുന്ന ദിവസമാണത്. നിങ്ങൾ ആലോചിച്ചു, 85 കൊല്ലം നിർത്താതെ ഒരാൾ അമലിയ, ആ കൂലി അത് തരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം. അന്ന് നമ്മൾ ഖുർആൻ ഓതിയാൽ, അന്ന് നമ്മൾ സദഖ കൊടുത്താൽ, അന്ന് നമ്മൾ ദിക്ർ ചൊല്ലിയാൽ, അന്ന് നമ്മൾ പരിശുദ്ധ റബ്ബിന്റെ മുമ്പിലെ സുജൂദിൽ കിടന്ന് റബ്ബിനെ ഓർത്തുകൊണ്ടൊന്ന് കരഞ്ഞാൽ 85 കൊല്ലം സദഖ ചെയ്തതിന്റെ കൂലിയാണ്. 85 കൊല്ലം പാവങ്ങളെ സഹായിച്ചതിന്റെ പുണ്യമുണ്ട്. 85 കൊല്ലം ഖുർആൻ ഓതിയതിന്റെ കൂലിയുണ്ട്. 85 കൊല്ലം സദഖ കൊടുത്തതിന്റെ പുണ്യമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ നബി തങ്ങൾ പറയുന്നുണ്ട്, ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമ ഖൈറഹാ. എനിക്ക് ആമുഖമായിട്ട് പറയുള്ളതാണ്, ആരെങ്കിലും ലൈലത്തുൽ ഖദറിന്റെ നന്മ നഷ്ടപ്പെട്ടാൽ, ആർക്കെങ്കിലും ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു പോയാൽ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലാ, അവന് സകല നന്മകളും നഷ്ടപ്പെട്ടു പോയി. ലൈലത്തുൽ ഖദറിന്റെ നന്മ ഒരാൾക്ക് റമദാനിൽ കിട്ടിയില്ലേ, ഒക്കെ പോയി. നമ്മളെ ഷോപ്പിംഗ് എപ്പോഴാ? അവസാനത്തെ 10. എന്നിട്ടും നമുക്ക് തിരിഞ്ഞില്ല. ഇങ്ങനൊക്കെ പഠിച്ചോൻ പറഞ്ഞു തന്നു. ഈ ഉമ്മത്തിനാണ് ഏറ്റവും വലിയ ഫളലുള്ളത്, അതിലേറ്റവും കൂലി. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ ശരാശരി ആയുസ് എത്രയാ? 60. ഇനി ഏകദേശം ജീവിച്ച ഒരു 90 വയസ്സ് വരെ. നിങ്ങളൊന്ന് ആലോചിച്ചു, വർഷാവർഷം പഠിച്ചോ നമുക്ക് തരിക എന്ത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 85 കൊല്ലം അമല് ചെയ്തതിൻ്റെ കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ചോ നമുക്ക് തരികയാണ്. ഒരു പുരുഷായുസ് മുഴുവൻ നിർത്താതെ അമല് ചെയ്തതിൻ്റെ കൂലി നമുക്ക് പഠിച്ചോ തരിക. ഇത് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട. എന്നിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങുക ആ സമയത്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? റമദാനിൽ തുടക്കത്തിൽ തന്നെ എന്ത് അറിയോ? കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ നേരത്തെ തന്നെ എടുത്തു വെക്കുക. എൻ്റെ അവസാനത്തെ 10 അങ്ങാടിയിൽ തെണ്ടി നടക്കുക. ഇതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സഹോദരിമാരുടെ ഇപ്പോഴത്തെ പണി. ഈ ടീമിൽ നമ്മളെ മക്കൾ ഉണ്ടാകരുത്, നമ്മുടെ ഭാര്യമാരുണ്ടാകരുത്. ഇതൊക്കെ ഒരു ട്രെൻഡാണ്, എല്ലാം ട്രെൻഡാണ്. നമ്മുടെ തറാവി നിസ്കാരം പോലെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖിയാമുൽ ലൈൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇബാദത്ത് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാവിധ ഫളിലും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ആളുകൾ ഇബാദത്തുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാൻ ലൈലത്തുൽ കിട്ടുന്ന റമദാനാകണം. അതിന് അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ തയ്യാറാകണം. നമുക്ക് ചില കാഴ്ചപ്പാടുകളും നമുക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകണം ഈ റമദാനിനെ കുറിച്ച്. കാരണം എന്താ അറിയോ? ഈ റമദാൻ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല, ഇനി അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. കഴിഞ്ഞ റമദാനിലുള്ള എത്ര മനുഷ്യന്മാർ ഇന്ന് ഖബറിലാണ്, എത്ര മനുഷ്യന്മാർ ഖബറിലാണ്. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത എന്നറിയും, മിമ്പർമലങ്ങടെ കയറുന്ന സമയത്താണ് ഓരോരുത്തർ വന്നിട്ട് പറയും, ഉസ്താദെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു. അതിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരാൾ വന്നിട്ട് പറഞ്ഞെന്താ അറിയോ? ഉസ്താദ് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്താണ്? എൻ്റെ പെങ്ങൾക്കൊരു സർജറി ഉണ്ട്. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ക്യാൻസർ വന്നിട്ട് കീമോ കൊടുത്തു, അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് അന്നനാളം ചുരുങ്ങിപ്പോയിട്ട് 1 ഗ്ലാസ് ജ്യൂസ് അടിച്ച കഞ്ഞി അത് വയറിലെത്തണമെങ്കിൽ 1.5 മണിക്കൂർ ടൈമാണ്. അതൊന്ന് ഒഴിവായി കിട്ടാൻ കരഞ്ഞു പറയാണ്, ഇതെങ്ങനെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൂതിയുണ്ട്, കഴിക്കാൻ പറ്റണില്ല. മേജർ സർജറിയാണ്. അത് സർജറി കഴിഞ്ഞാൽ സംസാരിക്കാൻ കഴിയില്ല. അവർ പറയാണ്, എനിക്ക് സംസാരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് നിൽക്കാൻ പറ്റണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു മനുഷ്യൻ്റെ അവസ്ഥ. പടച്ചോൻ ഇതൊക്കെ നമുക്ക് തന്നെന്തിനാണ്? അള്ളാഹുവിനെ ശുക്ർ ചെയ്യാനാണ്. ഇതൊക്കെ പടച്ചോ നമുക്ക് തന്നു. എന്നിട്ടും അള്ളാഹിനെ ധിക്കരിക്കുന്ന പണി നമ്മൾ ചെയ്യാൻ പാടില്ല. പടച്ചോന് പൊരുത്തക്കേടുള്ള പണി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല.
അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, റമദാൻ ഇദാ ജാഅ ശഹ്റു റമദാൻ, പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്നു, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുകയാണ്, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. വിളിച്ചു പറയുന്ന മലക്കുകൾ വിളിച്ചു പറയുകയാണ്, യാ ബാഗിയൽ ഖൈർ, നന്മ ആഗ്രഹിച്ചു വരുന്നവരെ, അഖ്ബിൽ അഖ്ബിൽ, മുന്നിട്ട് വരൂ മുന്നിട്ട് വരൂ. യാ ബാഗിയ ശർരി, തിന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ, അഖ്സിർ അഖ്സിർ, അതൊന്ന് പിടിച്ചു വെക്കണേ, അതൊന്ന് കുറക്കണേ എന്ന് വിളിച്ചു പറയുന്ന മലക്കുകൾ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള രാത്രിയുള്ള, അതേപോലെ തന്നെ സകല പിശാചുക്കളെയും സകല ജിന്നുകളെയും പിടിച്ചു കെട്ടുന്ന മാസമല്ലേ പരിശുദ്ധമായ റമദാൻ എന്ന മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസത്തെ ഉപയോഗപ്പെടുത്തണേ. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ റസൂല് പരിശുദ്ധമായ റമദാനിനെ കുറിച്ച് പറയുന്നിടത്ത്, പരിശുദ്ധമായ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്. ജാഅ റജുലുൻ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരാൾ വന്നു കൊണ്ട് ചോദിക്കുന്നു, നബി തങ്ങളെ, ഞാൻ ഷഹാദത്ത് ചൊല്ലിയ മനുഷ്യനാണ്, അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ്, വസല്ലൈതു സ്വലവാ, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണ്, വഅദ്ദൈതു സക്കാ, ഞാൻ സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയാണ്, വസുംതു റമദാൻ, ഞാൻ റമദാനിൽ നോമ്പെടുക്കുന്ന വ്യക്തിയാണ്, വകുംതുഹു, ഞാൻ റമദാനിൽ നിസ്കരിക്കുന്ന വ്യക്തിയാണ്, ഫമിമ്മൻ അനാ, ഞാൻ ആരുടെ കൂടെയാണ് നാളെ റബ്ബിന്റെ കോടതിയിലെത്തുക, ഞാൻ ആരുടെ കൂടെയായിരിക്കും അല്ലാഹുവേ നാളെ പരലോകത്തെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി, മിനസ്സിദ്ദീഖീന വശുഹദാ, നിന്റെ സ്ഥാനം നാളെ പരലോകത്ത് സിദ്ദീഖീങ്ങളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. ആലോചിക്കണം, അതാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിൻ്റെ കൂടെ ആയിരിക്കും നമ്മുടെ സ്ഥാനം. എന്താ വേണ്ടത്? നമ്മുടെ നോമ്പെടുത്താൽ മതി. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മുർനീ ബി അംറിൻ, നബി തങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നൊരു അമല് പറഞ്ഞു തരുമോ? ഉടനെ തന്നെ നബി തങ്ങൾ പറയുന്നു, അലൈക ബിസ്സിയാം, നീ നോമ്പെടുത്തോ, ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് തുല്യമായി കൂലി കിട്ടുന്ന വേറൊരു അമലും ലോകത്ത് വേറെയില്ല. നോമ്പെടുത്തോ നോമ്പെടുത്തോ നോമ്പെടുത്തോ. ആ നോമ്പെടുക്കുന്നവന് കൂലി കൊടുക്കുന്നത് ഞാനാണ്. കാരണം നോമ്പെന്ന് പറയുന്നത് ക്ഷമയുടെ മാസമാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ നോമ്പെടുക്കുന്നവന് പടച്ചോൻ കൂലി കൊടുക്കും, ക്ഷമിക്കുന്നവന് കൂലി കൊടുക്കും എന്ന് പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നു. നോമ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ അറിയാവുന്ന കുറേ ഹദീസുകൾ നമുക്കൊക്കെ സുപരിചിതമായ ഹദീസാണ്. അപ്പം ഈ റമദാനിനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുണ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തിനാണ് അള്ളാഹു ഇബാദത്തുകളെ നിശ്ചയിച്ചത് എന്ന ബോധ്യത്തോടുകൂടി ഈ റമദാനിലെ നോമ്പിനെ സ്വീകരിക്കാൻ, ഈ മാസത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവസാനം പറയുന്നൊരു വാചകമുണ്ട്. യാ മുആദ്, മുആദിനോട് പറയാൻ, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്, എനിക്ക് മുആദ് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം പരസ്പരം പങ്കുവെച്ചു. അപ്പം നബിതങ്ങൾ പറയാണ്, ഉസീക യാ മുആദ്, മുആദ് ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ വസിയത്തായിട്ട് പറഞ്ഞുതരാം. വസിയത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിനാണ് വസിയത്ത് എന്ന് പറയാം. എന്താ ഉപദേശം? ലാ തദഅന്ന ഫീ കുല്ലി ദുബിരി സ്വലാ, ഒരു നമസ്കാരാനന്തരവും മുആദേ മറന്നു പോകരുത്, മുആദേ വിട്ടേച്ചു പോകരുത്, മുആദേ. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന പ്രാർത്ഥന നീ മറന്നു പോകരുതേ, വിട്ടുപോകരുതേ. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്,
എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എപ്പോഴാണ് എന്തെങ്കിലും അസുഖം വരിക. ഇപ്പം കഴിഞ്ഞ ദിവസം 6 വയസ്സുള്ള കുട്ടി അറ്റാക്കായി മരിച്ചു. എന്നും കേൾക്കുന്ന മരണമാണ്, എന്നും കേൾക്കുന്ന വിവരങ്ങൾ ക്യാൻസറാണ്, അസുഖമാണ്, മാരകമാണ്. അള്ളാഹു അത്തരം എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ എന്ന പുണ്യമാസത്തെ ആരോഗ്യത്തോടെ ആയുസ്സോടെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ റമദാനിലും എല്ലാ നന്മകളിലും പങ്കാളിയായി തീരാൻ ആയുസ്സും ആരോഗ്യവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു രക്ഷയും സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.